ഇൻഫ്ലമേഷനും അതിന്റെ കൂടെ തന്നെ ദ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷനും അതിന്റെ കൂടെ തന്നെ ദ കൺസോൾട്ടേഷനും ഉണ്ടല്ലേ. ദ ലങ് പാരൻകൈമയുടെ ദ ടിഷ്യൂ അല്ലേ, നമ്മുടെ ഇത് ലങ്സിനകത്തുള്ള ദ പാരൻകൈമ ടിഷ്യൂസിന് ഇൻഫ്ലമേഷൻ വന്ന ശേഷം പതിയെ പതിയെ ദ കൺസോൾട്ടേഷൻ വരുന്ന ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരെന്താ? ന്യൂമോണിയ. ന്യൂമോണിയ മറക്കരുത്. ഇത് ലങ്സിന്റെ ആൽവിയോളല്ലേ, ലങ്സിന്റെ ആൽവിയോൾ എപ്പോഴും ഇൻഫ്ലമേഷൻ വരും, മറക്കരുത്. കാരണം എന്തായിരിക്കും? റീസെന്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന കാരണം എന്താ? ആസ്പിറേഷൻ ഓഫ് ഫോറിൻ ബോഡി സബ്സ്റ്റൻസ്. അതുപോലെ എന്താണ് വേറെ ഉണ്ടോ? ദ പാത്തോജനിക് ഓർഗൻസ് അല്ലേ, ദ പാത്തോജനിക് ഓർഗൻസ് വന്നാലും ഈ പറഞ്ഞ ദ ന്യൂമോണിയ ഉണ്ടാകാം. നമുക്ക് ഈ പറഞ്ഞ ദ ന്യൂമോണിയ ഇമ്പോർട്ടന്റ് ആവും. കാരണം ഇവിടെയും ഉണ്ട് വേറൊരു ഇമ്പോർട്ടൻസ് പഠിക്കാനുണ്ട്. ദ കമ്മ്യൂണിറ്റി ഉണ്ടോ? ന്യൂമോണിയ കമ്മ്യൂണിറ്റി പഠിക്കാനുണ്ടോ? ന്യൂമോണിയ കമ്മ്യൂണിറ്റി പഠിക്കാനുണ്ടോ? ഉണ്ടോ? അവിടെ ഒരു ചോദ്യമുണ്ട്. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമുണ്ട്. കേരള PSC എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ചോദ്യമുണ്ട്. ന്യൂമോണിയ എന്താ? അണ്ടർ 5 ഇയറിലെ 5 വയസ്സ് താഴെയുള്ള ദ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് ആണോ ന്യൂമോണിയ? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എപ്പോഴും ദ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് ആണോ ന്യൂമോണിയ? ഈ ഒരു ചോദ്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏത് എക്സാമിൽ ചോദ്യം പ്രീവിയസ് ചോദ്യമല്ലേ? ഉണ്ടല്ലേ. ഇത് അണ്ടർ 5-നകത്തുള്ള ദ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് എന്താ? ന്യൂമോണിയ അല്ലേ? കണ്ടിട്ടുണ്ട്. പലരും സ്ഥിരം കാണുന്ന ചോദ്യമാണ്. അണ്ടർ 5 ഇയേഴ്സിൽ വരുന്ന ദ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് ചോദിച്ചാൽ എന്താ? ന്യൂമോണിയ ആണ്. അണ്ടർ 5 ഇയറിൽ വരുന്ന ദ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് ചോദിച്ചാൽ ന്യൂമോണിയ ആണ്, മറക്കരുത്. എന്താ ന്യൂമോണിയ? എന്താ പറഞ്ഞ ലങ്സിന്റെ ആൽവിയോളുള്ള എന്താണ് ലങ് പാരൻകൈമയുടെ ഇൻഫ്ലമേഷനെയും കൺസോൾട്ടേഷനും പറയുന്ന പേര് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഈ ഇത്രയും കിട്ടിയോ? കിട്ടിയെങ്കിൽ നമുക്ക് വീണ്ടും ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂമോണിയ. നമുക്ക് ഈറ്റിയോളജി ബേസ് ആയിട്ടും അനാറ്റമിക്കൽ ബേസ് ആയിട്ടും ദ ന്യൂമോണിയ ക്ലാസിഫൈ ചെയ്തൂടെ? നമുക്ക് ഈ പറഞ്ഞ ദ ന്യൂമോണിയെ എറ്റിയോളജി ബേസ് ആയിട്ടും അനാറ്റമിക്കൽ എന്താണ് ദ ബേസിൽ എപ്പോഴും ന്യൂമോണിയ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദ ബേസ്ഡ് ഓൺ ദ എറ്റിയോളജി. ഇറ്റിയോളജി മറ്റു പേരെന്താ? ദ കോസ് അല്ലേ? എറ്റിയോളജി എന്ന് പറയുമ്പോൾ മറ്റു പേരെന്താ? കോസ് അല്ലേ? കോസ് എന്താണ് കാരണം? ആ കാരണങ്ങളോടെ അല്ലേ ദ കോസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ന്യൂമോണിയ ക്ലാസിഫൈ ചെയ്യാം. ഇറ്റിയോളജി എന്ന് പറയുമ്പോൾ കാരണം എന്താണ്, ദ കോസ് എന്താണ്, ദ കോസ് അനുസരിച്ച് നമുക്ക് എപ്പോഴും ന്യൂമോണിയ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ദ കോസ് അനുസരിച്ച് വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് വൈറൽ ന്യൂമോണിയ. ഏറ്റവും ആദ്യം ദ കോസ് അനുസരിച്ച് വരുന്ന ഫസ്റ്റ് ടൈപ്പ് ഏതാ? വൈറൽ ന്യൂമോണിയ. അവരുടെ ചോദ്യമുണ്ട്. എനിവൺ അവരുടെ ചോദ്യമുണ്ട്. വീണ്ടും ഞാൻ എല്ലാം എക്സാക്റ്റ് ആയിട്ട് പറയും. ഞാൻ അണ്ടർഫ്യൂ പറഞ്ഞവിടെ തന്നെ എക്സാക്ട് പറയും. ചോദ്യമുണ്ട്. ഒരു വൈറസിന്റെ പേര് കേരള PSC എക്സാമിന് ഇഷ്ടപ്പെട്ടാണ്. ഓർഗാൻസ് ഏതാ? ഇൻഫാൻസിൽ വരുന്ന ദ മോസ്റ്റ് കോമൺ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഓർഗാൻസ് RSV എന്താ? RSV the respiratory the syncytial virus ആണോ? റെസ്പിറേറ്ററി സിൻസിറ്റീവ് വൈറസ് ആണോ? ആണല്ലേ? ചോദ്യം വരും. ദ വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാൽ റെസ്പിറേറ്ററി സിൻസിറ്റീവ് വൈറസ്. മറക്കരുത്. അത് മാത്രമുള്ളൂ. അതിന് ഇൻഫ്ലുവൻസ ഉണ്ടോ? റെസ്പിറേറ്ററി ദ മെയിൻ കോസ് ആണ് ഈ പറഞ്ഞ ദ വൈറലിന്റെ. ഇൻഫ്ലുവൻസ ഉണ്ടോ? ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫ്ലുവൻസയും ഉണ്ട്, പാരാ ഇൻഫ്ലുവൻസ ഇല്ലേ? ഇൻഫ്ലുവൻസ വൈറസും ഉണ്ട്, അതുപോലെ തന്നെ പാരാ ഇൻഫ്ലുവൻസ ഇല്ലേ? ഇൻഫ്ലുവൻസ വൈറസും അതുപോലെ തന്നെ പാരാ ഇൻഫ്ലുവൻസ വൈറസും ഉണ്ട്. ചോദ്യം വരും, ദ ഇൻഫ്ലുവൻസ വൈറസും പാരാ ഇൻഫ്ലുവൻസ വൈറസും RSVയും അതുപോലെ തന്നെ അഡിനോ വൈറസ് ഉണ്ട്. അഡിനോ നമ്മുടെ ടോൺസിലൈറ്റിസ് ഉണ്ടാക്കുന്ന അഡിനോ ഉണ്ടോ? ടോൺസിലൈറ്റിസ് ഉണ്ടാക്കുന്ന അഡിനോ വൈറസ് ഉണ്ടോ? ടോൺസിലൈറ്റിസ് ഉണ്ടാക്കുന്ന അഡിനോ വൈറസ് ഇല്ലേ? അതുകൊണ്ടല്ലേ ചോദ്യം വരും.
ബേസ്ഡ് ഓൺ ദ ഇറ്റിയോളജി, ദ കോസ് അനുസരിച്ച് വരുന്ന ഫസ്റ്റ് ടൈപ്പ് ആണ് വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത്. മെയിൻ ഓർഗാൻസ് എന്തൊക്കെയാ? ഒരു കുട്ടിക്ക് വൈറൽ ന്യൂമോണിയ ഉണ്ടാവണമെങ്കിൽ ദ മെയിൻ കോസ് എന്തൊക്കെയാ? RSV ആണ് എപ്പോഴും മോസ്റ്റ് കോമൺ കോസ് അല്ലേ. റെസ്പിറേറ്ററി സെൻസിറ്റീവ് വൈറസ് ആണ് എപ്പോഴും മോസ്റ്റ് കോമൺ കോസ്. ഏറ്റവും അധികം ചോദിച്ച ചോദ്യവും അത് തന്നെയാണ്. RSV ആണ് എപ്പോഴും ദ മോസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യം അതാണ്. സൗണ്ടുണ്ടല്ലോ, സൗണ്ടുണ്ടല്ലോ. ഇൻഫ്ലുവൻസയും പാരാ ഇൻഫ്ലുവൻസയും അഡിനോ ഇല്ലേ, പാരാ ഇൻഫ്ലുവൻസയും അഡിനോ വൈറസും ഇല്ലേ. ഇത്രയുമാണ് ദ മെയിൻ കോസ് ഓഫ് എന്ത് ന്യൂമോണിയ? വൈറൽ ന്യൂമോണിയ. ഫസ്റ്റ് ടൈപ്പ് ആയ വൈറൽ കിട്ടിയോ? ഫസ്റ്റ് ടൈപ്പ് ആയ വൈറൽ ന്യൂമോണിയ ക്ലിയർ 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 ഇല്ല അല്ല ക്ലിയർ. ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയോ? ഫസ്റ്റ് കിട്ടിയോ? വൈറൽ കിട്ടിയോ? അടുത്തതാ വൈറൽ എടുത്ത് ഏതായിരിക്കും? ബാക്ടീരിയ ഉണ്ടോ? വൈറൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈപ്പ് ഏതാ? ബാക്ടീരിയ, ബാക്ടീരിയൽ ന്യൂമോണിയ. അവിടെയും ചോദ്യമുണ്ട്. എല്ലാ ചോദ്യം എന്ത് പറഞ്ഞ ചോദിക്കതൊക്കെ അല്ല ശരിയല്ലേ? എന്ത് പറഞ്ഞാലും ചോദിക്കില്ല. കാരണം ഞാൻ കണ്ട ചോദ്യം ഇതൊക്കെ, ഞാൻ കാണുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് 10-12 വർഷമായി ഞാൻ കാണുന്ന ചോദ്യം. ബാക്ടീരിയൽ ന്യൂമോണിയ, ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് ചോദിക്കും. മോസ്റ്റ് കോമൺ ബാക്ടീരിയ അതാ ചോദ്യം. ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന മോസ്റ്റ് കോമൺ ബാക്ടീരിയ ദ ന്യൂമോകോക്കസ്. ന്യൂമോകോക്കസ് ഇട്ടുണ്ടെങ്കിലും ദ ന്യൂമോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് ഇട്ടുണ്ടോ? ന്യൂമോകോക്കസ് ഒന്നും സ്ട്രെപ്റ്റോകോക്കസ് ഇട്ടുണ്ടോ? അതിൽ ന്യൂമോകോക്കസ് ഇല്ലേ? ദ ന്യൂമോകോക്കസ് എപ്പോൾ മോസ്റ്റ് കോമൺ ബാക്ടീരിയ. ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന മോസ്റ്റ് കോമൺ ഓർഗാനിസ് ചോദിച്ചത് ന്യൂമോകോക്കസ് ആണ്. ന്യൂമോകോക്കസ് കഴിഞ്ഞ ശേഷമാണ് ആര് വരുന്നത്? സ്ട്രെപ്റ്റോകോക്കസ്. ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കും ഫസ്റ്റ് ആരാ? ന്യൂമോകോക്കസ് ഫസ്റ്റും സെക്കൻഡ് ആയിട്ട് സ്ട്രെപ്റ്റോകോക്കസ് അല്ലേ. അടേ അതിന് മറ്റൊരു പേരാണോ? ന്യൂമോകോക്കസ് മറ്റൊരാണോ? ന്യൂമോകോക്കസിന്റെ മറ്റൊരു പേരാണോ സ്ട്രെപ്റ്റോകോക്കസ്? ആണോ? ആണോ? ന്യൂമോകോക്കസ് മറ്റൊരു സ്ട്രെപ്റ്റോകോക്കസ് ആണോ? ന്യൂമോകോക്കസ് മറ്റൊരു സ്ട്രെപ്റ്റോകോക്കസ് ആണോ? ആണോ? എനിവൺ? ആണോ? ആണോടെ? അറിയില്ല, അറിയില്ല. അല്ലല്ലോ, അല്ല അല്ല അല്ല. സോ ന്യൂമോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും കഴിഞ്ഞാൽ വേറെ ഉണ്ട്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസർ ഉണ്ടോ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസർ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസർ രണ്ടും ഒന്ന് തന്നെ കേട്ടോ, രണ്ടും ആണ്. ആണോ? കൺഫ്യൂഷൻ ആകരുത്. ന്യൂമോകോക്കസും സ്ട്രെപ്റ്റോകോക്കസ് രണ്ടല്ലേ, രണ്ട് ഓർഗാനിസം അല്ലേ. ന്യൂമോകോക്കസും സ്ട്രെപ്റ്റോകോക്കസ് രണ്ട് ഓർഗാനിസം അല്ലേ. പേരിൽ തന്നെ ഇല്ലേ? പേരിൽ തന്നെ അല്ലേ? ന്യൂമോകോക്കസും സ്ട്രെപ്റ്റോകോക്കസ് രണ്ടല്ലേ, രണ്ടല്ലേ. മൈക്രോബയോളജി, മൈക്രോബയോളജി പോട്ടെ. അതൊരു കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കലായിപ്പോലെ ഓരോ കാര്യം പേര് പറഞ്ഞ് ആ പേര് തന്നെ രണ്ടല്ലേ, രണ്ടല്ലേ. ന്യൂമോകോസ് കഴിഞ്ഞ സ്ട്രെപ്റ്റോകോക്കസ് വരില്ലേ? രണ്ടല്ലേ, രണ്ടാണ്. ശേഷം ഹീമോഫിലസ് ഇൻഫ്ലുവൻസിങ് കോസ് ആണ്. ഞാൻ എഴുതിയത് വായിച്ചാലും അറിയാം. ന്യൂമോകോക്കസ് കഴിഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കസ് കോസ് ആണ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് കോസ് ആണ്. വരുന്നുണ്ടോ?
വേറെ ഉണ്ടോ? ഓർ ദ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ഉണ്ടെങ്കിൽ ദ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ കേട്ടുണ്ടോ? അതും കോസല്ലേ, അതും കോസല്ലേ. ദ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ആൻഡ് ക്ലമീഡിയ കേട്ടിട്ടുണ്ടെങ്കിൽ ക്ലമീഡിയ കേട്ടുണ്ടോ? ഇത്രയുമാണ് ബാക്ടീരിയ. ഏതൊക്കെ ബാക്ടീരിയ ദ ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കും? ഏതൊക്കെ ബാക്ടീരിയയാണ് ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്? ഷോർട്ട് ഫോം പറഞ്ഞേ. ന്യൂമോ, സ്ട്രെപ്റ്റോ, ഹീമോ, ദ മൈക്കോ, ദ ക്ലമീഡിയ അല്ലേ? ശരിയല്ലേ? പറഞ്ഞേടെ. ഏതൊക്കെ ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കും? ന്യൂമോ ഉണ്ടാക്കാറുണ്ട്, സ്ട്രെപ്റ്റോ ഉണ്ടാക്കാറുണ്ട്, ഹീമോഫിലസ് ഉണ്ടാക്കാറുണ്ട്, ദ മൈക്കോപ്ലാസ്മ ദ മൈക്കോ ഉണ്ടാക്കാറുണ്ട്, ദ ക്ലമീഡിയ ഇത്രയും എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ ദ മോസ്റ്റ് കോമൺ ബാക്ടീരിയ ചോദിച്ചാൽ, ഇവയിൽ ദ മോസ്റ്റ് കോമൺ ചോദിച്ചാൽ ന്യൂമോകോക്കസ് ആണ്. മറക്കരുത്. സ്ട്രെപ്റ്റോകോക്കസ് അത് കഴിഞ്ഞ് സെക്കൻഡ് ആയിട്ട് എപ്പോഴും അത് ഓർമ്മിക്കേണ്ട, എങ്കിലും മാത്രം പഠിച്ചു ഇല്ലേ? രണ്ട് ടൈപ്സ് ഓഫ് ന്യൂമോണിയ ആയി. മൂന്നാമതാ the third is aspiration pneumonia. The third is aspiration. നിങ്ങൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഇല്ലേ, അതിനെ കുറിച്ച് ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഇല്ലേ, അതിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ആ 10 മാർക്ക് ഉറപ്പായി കിട്ടും. ആ 10 മാർക്ക് ഉറപ്പായി കിട്ടും കേട്ടോ. എല്ലാ വർഷവും അവസരം പഠിപ്പിക്കുന്ന കാര്യമാണ്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് 10 മാർക്ക് ഉറപ്പായും കിട്ടും. ബാക്കി പഠിക്കുക. ഓക്കെ. സാധാരണയായിട്ട് അവസാനമാകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ അതിന്റെ പുറകെ പോകില്ലേ, പക്ഷെ ബാക്കിയുള്ള സബ്ജക്ട് പഠിക്കില്ല. ശരിയാണോ അല്ലേ? ബാക്കിയുള്ള സബ്ജക്ട് പഠിക്കാതെ അത് മാത്രം പുറകെ പോകില്ലേ? ശരിയല്ലേ? ബാക്കിയുള്ള സബ്ജക്ട് പഠിക്കാതെ അതിന്റെ പുറകെ പോകില്ലേ? പോയില്ലേ? ഓ പോയില്ലേ? പക്ഷെ അത് ഞാൻ തരുന്ന ക്ലാസ് കൃത്യം പഠിക്കുക. ഞാൻ തരുന്ന എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആ ക്ലാസ് കൃത്യമായി തന്നെ പഠിക്കുക. അവിടെ ചോദ്യം വരത്തുള്ളൂ. ഓക്കെ. പറയുന്നത് the third is aspiration pneumonia. Aspiration എന്തായിരിക്കും? ആസ്പിറേഷൻ എന്തായിരിക്കും? യൂഷ്വലി എന്താ ആസ്പിറേഷൻ വരുന്നത്? യൂഷ്വലി എന്താ ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ കെരോസിൻ എന്താ കെരോസിൻ എന്താ ആസ്പിറേഷൻ എന്താ കെരോസിൻ എന്താ കെരോസിൻ ഇത് മണ്ണെണ്ണയാണോ? ആ, ആസ്പിറേഷൻ എന്ന് പറയുമ്പോ ഇതാണോ? കെരോസിൻ ആണോ? അല്ല. ഫുഡ് അല്ലേ? ഫുഡും ലിക്വിഡ്സും അല്ലേ? തെറ്റിക്കരുത്. ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ എല്ലാ എക്സാമ്പിളും മറന്നുപോകും. ആസ്പിറേഷൻ കേൾക്കുമ്പോഴേ ഫസ്റ്റ് മനസ്സിൽ കാണാതെ പഠിക്കുന്ന കെരോസിൻ ഓർമ്മ വരരുത്. ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഫുഡ് അല്ലേ? ഫുഡും ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയുന്നത് ഫുഡും ലിക്വിഡും മാത്രമല്ലേ? ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയുന്നത് ഫുഡും ലിക്വിഡും മാത്രമാണ്. പക്ഷെ നിങ്ങൾ കെരോസിൻ അവിടെ പഠിക്കും. ദ കെമിക്കൽ ന്യൂമോണിക്കത്തല്ലേ? ദ കെരോസിൻ അവിടെ പഠിക്കും. ദ കെമിക്കൽ ന്യൂമോണിക്കത്തല്ലേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കുട്ടികളും ദ കെരോസിൻ എന്ന് പഠിച്ചുകൊണ്ട് പോകും. പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അത് വരുന്ന ആസ്പിറേഷനകത്താണോ കെമിക്കലിനകത്താണോ? അത് വരുന്നത് ആസ്പിറേഷൻ ന്യൂമോണിക്കകത്താണോ കെമിക്കൽ ന്യൂമോണിക്കകത്താണോ? തെറ്റിക്കാതെ ഉത്തരം എഴുതണം. കെരോസിൻ വരുന്ന എവിടെയാ? കെമിക്കലിനകത്ത് അല്ലേ? എല്ലാവരും കെരോസിൻ എവിടെ വരും? കെമിക്കലിനകത്ത്. ആസ്പിറേഷൻ ആണെങ്കിൽ ഫുഡും ലിക്വിഡും മാത്രം ഓർമ്മിക്കുക. ഓക്കെ, ക്ലിയർ? കാരണം എപ്പോഴും ആസ്പിറേഷൻ കേൾക്കുമ്പോൾ കെരോസിൻ എന്ന വാക്ക് ഓട്ടോമാറ്റിക് വരില്ലേ? വരും. ഇനി ഈ പറഞ്ഞ കെമിക്കൽ ന്യൂമോണിക് ഇല്ലേ? കെമിക്കൽ ന്യൂമോണിക്ക് വേറെ പേരുണ്ടോ?
കെമിക്കൽ ന്യൂമോണിയ കേൾപ്പുണ്ടോ? എവിടെയെങ്കിലും ഇത് ന്യൂമോണൈസ് കേട്ടിട്ടുണ്ടെങ്കിൽ ന്യൂമോണൈറ്റിസ് എവിടെയെങ്കിലും ന്യൂമോണൈറ്റിസ് അതും കൂടെ ഓർമ്മിക്കുക. ന്യൂമോൺസ് എന്തായിരിക്കും? ന്യൂമോണൈറ്റ്സ് എന്തായിരിക്കും? ഇൻഫ്ലമേഷൻ പറയുമ്പോൾ പൾമറി ഇൻഫ്ലമേഷൻ തന്നെയാണ്. കാരണം എന്താ? കാരണമാണ് ഇവിടെ ആസ്പിറേറ്റ് ചെയ്യുന്നത് ഇൻഫെക്ഷസ് ഓർഗാനിസമാണോ? അല്ലല്ലോ. ആണോ? ഇവിടെ ഇത് കെമിക്കലിനകത്ത് ആസ്പിറേഷൻ ചെയ്യുന്നത് ഇൻഫെക്ഷസ് ഓർഗാനിസമാണോ? അല്ല. ഇൻഫെക്ഷസ് ഓർഗാനിസം അല്ലാത്തവയല്ലേ? ഇൻഫെക്ഷസ് ഓർഗാനിസം അല്ലാത്ത കെമിക്കൽസ് അല്ലേ? ഇൻഫെക്ഷസ് ഓർഗാനിസം അല്ലാത്ത കെമിക്കൽസ് അല്ലേ? ഇവിടെ ആസ്പിറേഷൻ ചെയ്യുന്നത് ഇൻഫെക്ഷസ് അതർ ദാൻ ഇൻഫെക്ഷൻ ഓർഗാനിസം അല്ലേ? അതർ ദാൻ ഇൻഫെക്ഷസ് ഓർഗാനിസം കെമിക്കൽസും എന്താണ് ആസ്പിറേഷൻ അല്ലേ? ഇൻഫെക്ഷസ് ഓർഗാനിസം ഒന്നുമല്ലാതെ ഉണ്ടാകുന്ന പൾമറി ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കാം. ന്യൂമോണൈറ്റ്സ് അല്ലേ? ഇൻഫെക്ഷസ് ഓർഗാനിസം അല്ലാതെ വരുന്ന ഈ പറഞ്ഞ ഇത് കെരോസിനാവാം, എന്തെങ്കിലും ആവാം എന്ന് വിളിക്കാം ന്യൂമോണൈറ്റ്സ് അല്ലേ? ഇൻഫെക്ഷസ് ഓർഗാനിസം അല്ലാത്ത കോഴ്സ് കൊണ്ടുവരുന്ന പൾമറി ഇൻഫ്ലമേഷനെ പറയുന്ന പേരെന്താ? ഇൻഫെക്ഷസ് ഓർഗാനിസം അല്ലാതെ വരുന്ന എന്തെങ്കിലും കോഴ്സ് കൊണ്ടുവരുന്ന പൾമറി ഇൻഫ്ലമേഷൻ വിളിക്കാം ന്യൂമോണൈറ്റിസ്. ഒരു ഓർഗാനിസം അല്ലാതെ കെമിക്കൽസിന്റെ ആസ്പിറേഷൻ കാരണം പെടുന്ന എന്താ? ഒരു ഓർഗാനിസം ഇല്ലാതെ തന്നെ കെമിക്കൽസിന്റെ ആസ്പിറേഷൻ കാരണം വരുന്ന പൾമറി ഇൻഫ്ലമേഷനെ പറയുന്ന പേരെന്താ? ഒരു ഓർഗാനിസം അല്ലാതെ തന്നെ കെമിക്കൽസിന്റെ ആസ്പിറേഷൻ കാരണം വരുന്ന പൾമറി ഇൻഫ്ലമേഷനെ പറയുന്ന പേര് ന്യൂമോണൈറ്റിസ്. അതെവിടെ വരും? കെമിക്കൽ അല്ലേ? ഇത്രയും ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇറ്റിയോളജിയിൽ പഠിച്ചത്. ഈ പറഞ്ഞ നാളത്തെയും ബേസ്ഡ് ഓൺ ഇറ്റിയോളജി അല്ലേ? ഇറ്റിയോളജി ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ക്ലിയർ? ഇറ്റിയോളജി ബേസ്ഡ് ക്ലാസ് കിട്ടിയല്ലോ. എന്തായിരുന്നു? RSV എന്താ? മോസ്റ്റ് കോമൺ വൈറസ് അല്ലേ? RSV എന്താ? മോസ്റ്റ് കോമൺ വൈറസ് ആണ്. RSV എപ്പോഴും മോസ്റ്റ് കോമൺ വൈറസും. ബാക്ടീരിയ ആണെങ്കിലോ മോസ്റ്റ് കോമൺ ആരാ? ന്യൂമോകോക്കസ് അല്ലേ? ന്യൂമോകോക്കസ്. അത് കഴിഞ്ഞാരാ? സ്ട്രെപ്റ്റോകോക്കസ്. ഇനി ആസ്പിറേഷൻ ആണെങ്കിൽ ഫുഡും ലിക്വിഡും അല്ലേ? ആസ്പിറേഷൻ ആണെങ്കിൽ ഫുഡും ലിക്വിഡും അല്ലേ? കെമിക്കൽ ആണെങ്കിൽ ഇത് കെരോസിൻ പോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലേ? കെമിക്കൽ ആണെങ്കിൽ കെരോസിൻ പോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് കാരണം ഉണ്ടാക്കുന്ന ന്യൂമോണിയ ചോദിച്ചാൽ കെമിക്കൽ ന്യൂമോണിയ വിളിക്കാം. ഇനി എന്താണ് ന്യൂമോണിയസ്? എന്താ? കെമിക്കൽസിന്റെ ആസ്പിറേഷൻ കാരണം ഉണ്ടാകുന്ന എന്താ പൾമറി ഇൻഫ്ലമേഷനെ പറയുന്ന പേരല്ലേ ന്യൂമോണൈറ്റ്സ്. ഒരു ഓർഗാനിസം ഇല്ലാതെ വരുന്നല്ലേ? യെസ്, ക്ലിയർ. ഇറ്റിയോളജി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ കിട്ടി. ഇറ്റിയോളജി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ക്ലിയർ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഈസ് അറിയാമായിരിക്കും, കണ്ടു കാണും, കേട്ട് കാണും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ അനാട്ടമി. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ അനാട്ടമി ബേസ്ഡ് ആയിട്ട്, ബോഡിയുടെ അനാട്ടമി സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ട് ഈ പറഞ്ഞ ന്യൂമോണിയ എങ്ങനെ ഉണ്ടാവും അറിയായിരിക്കും. ലോബുലാർ കേട്ടിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും ലോബുലാറെന്നും അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ലങ്ങനല്ലേ? ലോബാർ പറയുന്ന മുമ്പേ ഒരു ചെറിയ കഥ പറഞ്ഞത്. ലോബാർ പറയുന്ന മുമ്പേ നിങ്ങൾ പലർക്കും പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്. എത്ര ലങ്ങിനെ സെപ്പറേറ്റ് ചെയ്യാം? ലങ്ങിനെ റൈറ്റും ലെഫ്റ്റും ഇല്ലേ? ലങ്സ് റൈറ്റ് ലെഫ്റ്റ് ഇല്ലേ? ആ ഒരു പിക്ചർ നോക്കി അറിയാം. ലങ് റൈറ്റും ലെഫ്റ്റും ഉണ്ട്. സർ, റൈറ്റിലും ലെഫ്റ്റിലും ലങ് ഉണ്ട്. ആർക്കാ വെയിറ്റ് കൂടുതൽ? റൈറ്റിനാണോ ലെഫ്റ്റിനാണോ? പഠിക്കേണ്ട ഇതൊക്കെ ഓർമ്മിക്കണം. റൈറ്റ് ലങ് ആണെങ്കിൽ വെയിറ്റ് 700 ഗ്രാം ആണോടെ? 700 ഗ്രാം ആണോ? റൈറ്റ് ആണെങ്കിൽ വെയിറ്റ് 700 ഗ്രാം ആണോ?
ആണല്ലേ. റൈറ്റ് ലങ് ആണെങ്കിൽ വെയിറ്റ് 700 ഗ്രാം ആണ്, ലെഫ്റ്റ് ആണെങ്കിൽ 600 ഗ്രാം അല്ലേ. റൈറ്റ് ആണെങ്കിൽ 700 ഗ്രാമും ലെഫ്റ്റ് ആണെങ്കിൽ 600ഉമാണ്. അപ്പൊ റൈറ്റ് അല്ലേ കുറച്ച്, ഇത് വലിയവൻ അല്ലേ, വലിയ അതല്ലേ. ഇനി റൈറ്റ് ലങ്ങിന് എത്ര ലോബ് ഉണ്ട്? 3 ലോബില്ലേ. ഇത് പഠിക്കുമ്പോൾ അതൊക്കെ അറിയണം. 3 ലോബ് ഉണ്ടല്ലേ. ലെഫ്റ്റ് ആണെങ്കിൽ 2 ലോബില്ലേ. ലെഫ്റ്റ് ആണെങ്കിൽ 2 ലോബും റൈറ്റ് ആണെങ്കിൽ 3. ഇനി ഈ 3 ലോബുകളിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആരാ? ഫിഷർ. എത്രയുണ്ടെങ്കിൽ ഫിഷർ എത്ര ഫിഷർ ഉണ്ട്? 3 ലോബിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റിനകത്ത് 3 ഫിഷർ ഇല്ലേ. 3 ലോബിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി 3 ഫിഷർ ഉണ്ടോ? 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 യെസ് ഓർ നോ? 3 ലോബിനെ ഉണ്ട്. ആ ലെഫ്റ്റ് എത്ര ഉണ്ടായിരിക്കും? 2 അല്ലേ. ലെഫ്റ്റിൽ ആകെ 2 ലോബിലേ ഉള്ളൂ. ലെഫ്റ്റിൽ ആകെ 2 ലോബുകളുണ്ട്, 1 ഫിഷറിലേ ഉള്ളൂ. ലെഫ്റ്റിൽ 2 ലോബ് ഉള്ളത് കൊണ്ട് 1 ഫിഷർ പോരെ. ലെഫ്റ്റിൽ 2 ലോബ് ഉള്ളത് കൊണ്ട് 1 ഫിഷർ പോരെ. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മതി. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് അറിയാൻ മാത്രം പഠിക്കുക. യെസ്. സോ ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ അനാട്ടമി അനുസരിച്ച്, അനാട്ടമി അനുസരിച്ച് നമുക്ക് എത്ര ക്ലാസ്സുകൾ ചെയ്യാം? എല്ലാം ചോദ്യമാണ്. ഫസ്റ്റ് ഇസ് ലോബർ ന്യൂമോണിയ, അല്ലെങ്കിൽ വേറെ ഉണ്ടോ? ലോബുലാർ ലോബാർ എന്നല്ലെങ്കിൽ ലോബുലാർ എന്ന് വിളിക്കാം. ലോബാർ എന്നും ലോബുലാർ എന്നും വിളിക്കാം. ഈ ന്യൂമോണിയെ അനാട്ടമി അനുസരിച്ച് ഫസ്റ്റ് ലോബാർ അല്ലെങ്കിൽ ലോബുലാർ ന്യൂമോണിയ വിളിക്കാം. ആ ഒരു പിക്ചറിൽ കാണുമ്പോൾ തന്നെ എവിടെയാണ് ലങ്സിന്റെ എവിടെയാണ് അഫക്ട് ചെയ്തത്? ഒന്നോ അതിലധികമോ ലോബുകളെയാണോ? ആ ഒരു പിക്ചറിൽ കാണുമ്പോൾ ലങ്സിന്റെ ഒന്നോ അതിലധികം ലോബുകളാണോ? ഒന്നോ അതിലധികം ലങ്സിന്റെ ലോബുകളെ അഫക്ട് ചെയ്യുന്ന ന്യൂമോണിയ എന്ന് വിളിക്കാം. ലങ്സിന്റെ ഒന്നോ അതിലധികമോ ഉള്ള ലോബ്സിനെ അഫക്ട് ചെയ്യുന്ന ന്യൂമോണിയ പറഞ്ഞ പേരെന്താ? ലോബാർ അല്ലെങ്കിൽ ലോബുലാർ. മറക്കരുത്. ലങ്ങിന് ഇത് റൈറ്റ് സൈഡ് ലോബ് ഉണ്ട് 3 അല്ലേ. ലങ്ങിന് റൈറ്റ് സൈഡ് 3 ലോബും ലെഫ്റ്റ് സൈഡ് എത്രയുണ്ട്? 2 ഉണ്ടല്ലോ. ലങ്ങിന് റൈറ്റ് സൈഡ് 3ഉം ലെഫ്റ്റ് സൈഡ് 2ഉം ഉണ്ട്. അപ്പോ ആ ലങ്സിന്റെ ഒന്നോ അതിലധികമോ ലോബുകളെ അഫക്ട് ചെയ്യുന്ന ന്യൂമോണിയ പറയുന്ന പേര് ചോദിച്ചാൽ ലോബാർ അല്ലെങ്കിൽ ലോബുലാർ ന്യൂമോണിയ. ക്ലിയർ? എല്ലാം പറഞ്ഞില്ലേ? എത്ര ലോബ് ഉണ്ട്, എത്ര ഫിഷർ ഉണ്ട്, ഫുള്ള് പറഞ്ഞ ശേഷം ലോബ് ക്ലിയർ ആയല്ലോ. യെസ്. നെക്സ്റ്റ് അറിയുന്നുണ്ട്? അടുത്തതാ നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് അത് പറഞ്ഞു ഒരു ഉണ്ട്. ഈ പറഞ്ഞ ന്യൂമോണിയ വരുമ്പോഴേ അത് ഏത് ലോബിലാണ് അഫക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂമോണിയ ഈ അസുഖം വരുമ്പോഴേ, ലോബർ വരുമ്പോഴേ നമുക്ക് ഇത് ഓസ്കൾട്ടേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതും അറിയണം. നമ്മൾ ഈ പറഞ്ഞ സ്റ്റെതസ്കോപ്പ് വെച്ച് ഓസ്കൾട്ടേഷൻ ചെയ്യുമ്പോൾ ഏത് ലോബിൽ അറിയാൻ പറ്റും? അറിയാൻ പറ്റൂടെ? പറ്റും. സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നത് ഏത് ലോബിലാണോ അവിടെയാണ് ലോബർ. ഏത് സൗണ്ടാ? എന്ത് ബിൽ സൗണ്ടാ? കോയസ് ബിൽ സൗണ്ട് ആണോ? ആ ഒരു പരുക്ക സൗണ്ട് ആണോ? ഒരു പരുക്ക സൗണ്ട് ആണോ? ആ ഒരു ലങ്സിന്റെ പർട്ടിക്കുലർ ലോബിൽ മാത്രം അഫക്ട് ചെയ്തെങ്കിൽ സൗണ്ട് കേൾക്കില്ലേ? കോയസ് ബിൽ കേൾക്കില്ലേ? കേൾക്കും. അത് ജസ്റ്റ് ഓർമ്മിച്ചാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഏതാ? ബ്രോങ്കോ ന്യൂമോണിയ. ബ്രോങ്കോ ലോബുണ്ടോ? ബ്രോങ്കോ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. ബ്രോങ്കോ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. ഇവിടെ ലോബ്സ് ആണോ ഇവിടെ വരുന്നത്? ഉണ്ടോ? ലോബുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോടെ? പറഞ്ഞോടെ. ബ്രോങ്കോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് സ്മാൾ ലങ് ഏരിയ ആണോ? ചെറിയ ലോബ് ലങ്ങിനകത്തുണ്ടോ? ലങ്ങിനകത്ത് ചെറിയ ലോബ് ഉണ്ടോ? വലിയ ലോബ് കഴിഞ്ഞ ശേഷം ചെറിയ ലോബ് ഉണ്ടോ? നമ്മളൊരു വാക്ക് പറയാറുണ്ട്. ഇത് ബ്രോങ്കിയോൾസ് ആണോ
ഇത് ബ്രോങ്കോ എന്തായിരിക്കും ഒരു ചെറിയ ചെറിയ ലോബ് എന്താ? ചെറിയ ചെറിയ ലോബ് എന്ന് വിളിക്കാം. ചെറിയ ചെറിയ സെവറൽ ലോബ്സിന് പറയുന്ന പേരെന്താ? സ്മാൾ ലോബ്സ്. 1, 2, 3 ചേർന്ന് വരുന്ന എന്ത് വിളിക്കട്ടെ? ബ്രോങ്ക്യൂൾസ് അല്ലേ? ബ്രോങ്ക്യൂൾസ് അല്ലേ? അപ്പൊ ലങ്ങിന്റെ ചെറിയ ചെറിയ സ്മാൾ ഏരിയസിൽ അഫക്ട് ന്യൂമോണിയ. ലങ്സിന്റെ ചെറിയ ചെറിയ ലോബ് സ്മാൾ ലോബ്സിൽ അഫക്ട് ചെയ്യുന്ന ന്യൂമോണിയയുടെ പേര് ചോദിച്ചാൽ എന്താ? ലങ്സിന്റെ സ്മാൾ ഏരിയസിൽ അഫക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ സ്മാൾ ലോബ്സിൽ അഫക്ട് ചെയ്യുന്ന ന്യൂമോണിയ ചോദിച്ചാൽ ദ ബ്രോങ്കോ ന്യൂമോണിയ. ദ ബ്രോങ്കോ ന്യൂമോണിയ എപ്പോൾ ലങ്സിന്റെ സ്മാൾ ഏരിയസിൽ മാത്രം അഫക്ട് ചെയ്യും. അറിയാമോ? എക്സാക്ട് പറഞ്ഞല്ലേ, അത് കറക്റ്റ് എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൽവിയോൾ ഉണ്ടായിരിക്കും. എക്സാക്ട് പറഞ്ഞാൽ ആൽവിയോൾ ഉണ്ടായിരിക്കും. ആൽവിയോളയിൽ ഉണ്ടായിരിക്കും. എക്സാക്ട് പറഞ്ഞാൽ ഉണ്ട്. ദ ടെർമിനൽ ബ്രോങ്കി ഉണ്ട് ഏറ്റവും എൻഡ് ഭാഗത്ത്. ഇത് ബ്രോങ്കിയുടെ എൻഡ് ഭാഗത്തുള്ള ദ ടെർമിനൽ ബ്രോങ്കസിലും ആൽവിയോൾ ഉണ്ടാവില്ലേ? ആൽവിയോളിലും ആൻഡ് ടെർമിനൽ ബ്രോങ്കസിലുമാണ് എപ്പോഴും ബ്രോങ്കോ ന്യൂമോണിയ അഫക്ട് ചെയ്യുന്നത്. ആൽവിയോളിലും ദ ടെർമിനൽ ദ ബ്രോങ്കിയിലും മാത്രമാണ് എപ്പോഴും ഈ പറഞ്ഞ ദ ബ്രോങ്കോ ന്യൂമോണിയ അഫക്ട് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴേ ഇത് നമുക്ക് എങ്ങോട്ട് ചെയ്യാൻ പറ്റും? ഇത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാൽ എങ്ങോട്ട് ചെയ്യാൻ പറ്റും? ഇത് സ്റ്റെതസ്കോപ്പ് വെച്ച് ഓസ്കൾട്ടേഷൻ ചെയ്യുമ്പോൾ ക്രീപ്പിരിസ് കേട്ടോടെങ്കിലും അതുണ്ടോ? അതുകൊണ്ടെങ്കിലും ഇത് ബോൺ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ സൗണ്ട് ഒരു ക്രാക്ക് പോലെ. രണ്ട് ബോൺ തമ്മിൽ ഉറയുമ്പോൾ സൗണ്ട് ഇല്ലേ? രണ്ട് ബോൺ തമ്മിൽ ഉറയുമ്പോൾ കേൾക്കുന്ന ജോയിന്റ്സ് അറിയാം. നിങ്ങളുടെ ജോയിന്റ്സ് ഇല്ലേ? നിങ്ങളുടെ ജോയിന്റ്സ് എപ്പോഴും രണ്ട് ബോൺ തമ്മിൽ അങ്ങോട്ട് പറയുമ്പോഴേ ഒരു ക്രാക്കൽ സൗണ്ട് കേൾക്കാറില്ലേ? ആ സൗണ്ട് എവിടെ വരും? ഏത് ബ്രോങ്കസില? ഏത് ന്യൂമോണിയയില? ബ്രോങ്കോ ന്യൂമോണിയ ആ സൗണ്ട് കേൾക്കും അല്ലെ? രണ്ട് ബോൺ തമ്മിൽ ഉറയുന്നത് പോലുള്ള സൗണ്ട് എപ്പോഴും ബ്രോങ്കോ ന്യൂമോണിയ കേൾക്കും. മറക്കരുത്. ക്ലിയർ? എത്ര ടൈപ്പായി? 2, 3 രണ്ടായില്ലേ? അടുത്ത 3 നമ്പർ മാറിപ്പോയി. 3 കേട്ടോ. ഇന്റർസ്റ്റീഷ്യൽ ന്യൂമോണിയ. ദ തേർഡ് ഈസ് ഇന്റർസ്റ്റീഷ്യൽ ന്യൂമോണിയ. ഇന്റർസ്റ്റീഷ്യൽ പേര് പറയുമ്പോൾ എവിടെയായിരുന്നു? ഇന്റർസ്റ്റീഷ്യൽ എന്തോ എന്നാണ് പേര് പറയുമ്പോൾ എവിടെയാണ്? ലങ്ങിന്റെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ആണോ? ദ ടിഷ്യൂലാണോ? ദ ലങ്ങിന്റെ ഇന്റർസ്റ്റീഷ്യൽ ദ ടിഷ്യൂലാണോ? ആണോ? ഇന്റർസ്റ്റീഷ്യൽ ന്യൂമോണിയ എപ്പോഴും അഫക്ട് ചെയ്യുന്ന അവിടെ ലങ്ങിന്റെ ഇന്റർസ്റ്റീഷ്യൽ ടിഷ്യൂസിലല്ലേ? അല്ലേ? ആണ്. സോ അനാട്ടമിക് ക്ലാസിഫിക്കേഷൻസ് എത്രയുണ്ട്? അനാട്ടമിക് ക്ലാസിഫിക്കേഷൻ എത്രയുണ്ട്? 3 ഇല്ലേ? അനാട്ടമിക് ക്ലാസിഫിക്കേഷൻസ് ലോബാർ ഉണ്ട്, ബ്രോങ്കോ ഉണ്ട്, ഇന്റർസ്റ്റീഷ്യൽ ഉണ്ട് അല്ലേ? അനാട്ടമിക് ക്ലാസിഫിക്കേഷൻസ് ലോബാർ എന്നും ബ്രോങ്കോ എന്നും ഇന്റർസ്റ്റീഷ്യൽ എന്നും ഉണ്ട്. ക്ലിയർ? യെസ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഏതാ? ക്ലിയർ ആയോ? അപ്പൊ എത്ര ക്ലാസിഫിക്കേഷൻ പറഞ്ഞു? ഇത് ബേസ്ഡ് ഓൺ ഇറ്റിയോളജി പറഞ്ഞില്ലേ? വൈറൽ പറഞ്ഞു, ബാക്ടീരിയ പറഞ്ഞു, ആസ്പിറേഷൻ പറഞ്ഞു, കെമിക്കൽ പറഞ്ഞു. ഇറ്റിയോളജി അനുസരിച്ച് 4 എണ്ണം. ഇറ്റിയോളജി ബേസ്ഡ് ആയിട്ട് 4 എണ്ണവും ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അനാട്ടമി അനുസരിച്ച് ലോബാറും ബ്രോങ്കോയും അതുപോലെ തന്നെ ഇന്റർസ്റ്റീഷ്യൽ എന്ന് പറയുന്ന 3 ടൈപ്പ് ഉണ്ട്. ക്ലിയർ? 3, 4, 7 എണ്ണം എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ന്യൂമോണിയ. നെക്സ്റ്റ് കാര്യം കിട്ടോ? സ്റ്റേജസ് ഓഫ് ന്യൂമോണിയ. എത്ര സ്റ്റേജ്? ന്യൂമോണിയ പ്രധാനമായിട്ടും എത്ര സ്റ്റേജ് ഉണ്ട്? 3 അല്ലേ? ന്യൂമോണിയക്ക് പ്രധാനമായിട്ടും 3 സ്റ്റേജ് ഉണ്ട്. അറിയാൻ പറ്റില്ല.
അറിയാമോ? അറിയാമോ? ആ പേര് മാത്രം പഠിച്ചാൽ മതി. ന്യൂമോണിയ സ്റ്റേജ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പേര് മാത്രം ഓർമ്മിച്ചാൽ. ഫസ്റ്റ് ഏതാ? ന്യൂമോണിയ പ്രധാനമായിട്ട് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് ഏതാ? പേര് മാത്രം ഓർമ്മിക്കും. ഫസ്റ്റ് ഏതാ? ഫസ്റ്റ് വൺ ഏതാ? എൻഗോർജ്മെന്റ് ഉണ്ടോ? എൻഗോർജ്മെന്റ് ഇല്ലല്ലോ. ഇതുപോലെ കേട്ടോ? ഇല്ലല്ലോ. സ്റ്റേജസ് ഓഫ് ന്യൂമോണിയ 3 ഉണ്ടെന്നും ഫസ്റ്റ് പേരായിട്ട് എൻഗോർജ്മെന്റ് കേട്ടോ എവിടെയെങ്കിലും? ഇല്ല. പഠിക്കട്ടെ. പേര് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇവിടെ കൃത്യമായിട്ട് പേര് മാത്രം ഓർമ്മിക്കുക. എന്താ ഫസ്റ്റ് സ്റ്റേജിന്റെ പേരെന്താ? സ്റ്റേജ് ഓഫ് എൻഗോർജ്മെന്റ് അല്ലേ? സ്റ്റേജ് ഓഫ് എൻഗോർജ്മെന്റ് മറക്കരുത്. സംഭവം എന്തായിരിക്കും ഇവിടെ? ന്യൂമോണിയ ഫസ്റ്റ് വരുമ്പോഴേ ആദ്യം ഇതുണ്ടാവും. ന്യൂമോണിയ ഫസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇനീഷ്യലായിട്ട് ആ സമയത്ത് ലങ് പാരന്റ് കഴിയുമ്പോൾ ഇൻഫ്ലമേഷൻ അല്ലേ? ഫസ്റ്റ് ആയിട്ട് ആദ്യം ന്യൂമോണിയ ഒരു സമയത്ത് ലങ് പാരന്റ് കഴിയുമ്പോടെ ഇൻഫ്ലമേഷൻ ആദ്യം ചെറിയ ഇൻഫ്ലമേഷൻ അല്ലേ? ആദ്യം ചെറിയ ഇൻഫ്ലമേഷൻ അല്ലേ? ഇനിഷ്യലായിട്ട് വരുന്നത് എപ്പോഴും ന്യൂമോണിയ വരുമ്പോൾ ആദ്യം ചെറിയൊരു ഇൻഫ്ലമേഷൻ അല്ലേ? അല്ലേ? ചെറിയൊരു സ്മാൾ ഇൻഫ്ലമേഷൻ ആദ്യം വരുന്നല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആണ്. ആ സ്റ്റേജ് എന്താ? ആദ്യം ചെറിയൊരു ഇൻഫ്ലമേഷൻ വരുന്ന സ്റ്റേജ് എന്താ? സ്റ്റേജ് ഓഫ് എൻഗോർജ്മെന്റ് അല്ലേ? അതർവൈസ് ഈ സ്റ്റേജിനെ വേറൊരു പേര് വിളിക്കാറുണ്ട്. സ്റ്റേജ് ഓഫ് അറ്റാക്ക് എന്ന് വിളിക്കാറുണ്ട്. വിളിക്കാം സ്റ്റേജ് ഓഫ് അറ്റാക്ക്. നമ്മൾ ഈ സ്റ്റേജിനെ ആൾസോ എന്താണ്? സ്റ്റേജ് ഓഫ് അറ്റാക്ക് എന്ന് വിളിക്കാറുണ്ട്. കാരണം എന്താ? ഇൻഫെക്ഷൻ വന്ന് തുടങ്ങിയല്ലേ? ശരിയല്ലേ? ആദ്യമായിട്ട് ഇൻഫെക്ഷൻ വന്ന് തുടങ്ങിയല്ലേ? ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യമായിട്ട് ഇൻഫെക്ഷൻ വരുന്നു, പതിയെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു, ആ ലങ്സിന്റെ ഏരിയസിൽ പോയി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കില്ലേ? അതല്ലേ ഫസ്റ്റ് സ്റ്റേജ്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് ഓഫ് അറ്റാക്ക് എന്നും വിളിക്കാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നു കയറി ഒരു എന്താണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ സ്റ്റേജ് ഓഫ് അറ്റാക്ക് എന്ന് വിളിക്കാം. രണ്ടാമത്തെ സ്റ്റേജുകൾ കേരള PSC എക്സാമിന് പ്രീവിയസ് ചോദ്യമായിട്ട് കണ്ടു കാണാം. സ്റ്റേജ് ഓഫ് റെഡ് ഹെപ്പറ്റൈസേഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ഓഫ് റെഡ് ഹെപ്പറ്റൈസേഷൻ ന്യൂമോണിയയുടെ സ്റ്റേജ് ആയിട്ട് എവിടെയെങ്കിലും റെഡ് ഹെപ്പറ്റൈസേഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റെഡ് ഹെപ്പറ്റൈസേഷൻ അതല്ലേ? ഉണ്ടല്ലേ? സംഭവം എന്താ? സ്റ്റേജ് ഓഫ് റെഡ് ഹെപ്പറ്റൈസസ് എന്തായിരിക്കും? എന്തായിരിക്കും ചോദിക്കും. ന്യൂമോണിയയുടെ സെക്കൻഡ് സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ് റെഡ് ഹെപ്പറ്റൈസേഷൻ. എന്തായിരിക്കും? ലങ്ങിന് സർഫസിലെ അത് പിക്ചർ കാണുമ്പോൾ എന്ത് ചെയ്യും? ലങ്ങിന് സർഫസില്ലേ എന്നാലും കട്ടി പിടിക്കുമല്ലേ? ആദ്യം ഫസ്റ്റിൽ ഇൻഫെക്ഷൻ വന്ന് ഇൻഫ്ലമേഷൻ ആയില്ലേ? ഫസ്റ്റ് സ്റ്റേജിൽ ഇൻഫെക്ഷൻ വന്ന് ഇൻഫ്ലമേഷൻ ആയില്ലേ? ആയി. സെക്കൻഡ് സ്റ്റേജ് ആവുമ്പോൾ എന്ത് ചെയ്യും? അത് പതിയെ ലങ്ങിന്റെ സർഫസ് എന്ത് ചെയ്യും? കട്ടി പിടിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ വാക്ക് പറഞ്ഞു എന്തായിരിക്കും? കട്ടി പിടിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ വാക്ക് പറഞ്ഞു. ആദ്യം ഇൻഫെക്ഷനായി ഇൻഫ്ലമേഷനായി സോളിഡ് ആവില്ലേ? ലങ്ങിന്റെ സർഫസ് ബിക്കം സോളിഡ് ആയി മാറും. ലൈക്ക് നമ്മുടെ ഇത് ലിവർ പോലല്ലേ? നമ്മുടെ ലിവറില്ലേ? ആ ലിവർ പോലെ സോളിഡ് ആയി മാറും. ലിവർ പോലെ നല്ല റെഡ് കളറിലായിട്ട് ലങ്സ് എപ്പോഴും ഇൻഫെക്ഷൻ വന്ന് ഇൻഫ്ലമേഷൻ വന്ന് കട്ടി പിടിച്ച് എന്ത് ചെയ്യും? ആ ലങ്ങിന്റെ സർഫസ് ഇല്ലേ സോളിഡ് ആയി മാറുകയും ലിവറിന്റെ സർഫസ് പോലെ ആകുകയും ചെയ്യും, റെഡ് കളറിൽ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിനെ പറയുന്ന പേരെന്താ? ഫസ്റ്റ് സ്റ്റേജിൽ ഇൻഫെക്ഷനായി ഇൻഫ്ലമേഷനായി, സെക്കൻഡ് ആയപ്പോൾ ലങ് സർഫസ് എല്ലാം കട്ടി പിടിച്ച് നല്ല കട്ടി എന്താണ് ലിവർ പോലെ സോളിഡ് ആകുന്നു, റെഡ് കളർ ആകുകയും ചെയ്യും. ലങ്ങിന്റെ സർഫസ് ലിവർ പോലെ സോളിഡ് ആകുകയും റെഡ് ആകുന്നത് കൊണ്ട് തന്നെ എന്ത് ടൈപ്പ് ചെയ്ത് സ്റ്റേജ് ഓഫ് റെഡ് ഹെപ്പറ്റൈസേഷൻ. ക്ലിയർ 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 കിട്ടിയോ? മൂന്നേതാ? തേർഡ് സ്റ്റേജ് സ്റ്റേജസ് ഓഫ് ന്യൂമോണിയയുടെ തേർഡ് ഏതാ? ഗ്രേ ഹെപ്പറ്റൈസേഷൻ. ഗ്രേ ഹെപ്പറ്റൈസേഷൻ മൂന്നാം സ്റ്റേജ് ആണ്. സ്റ്റേജസ് ഓഫ് ന്യൂമോണിയയുടെ മൂന്നാമത്തെ സ്റ്റേജ് എന്താ? ഗ്രേ ഹെപ്പറ്റൈസേഷൻ. എന്തായിരിക്കും?
റെഡ് മാറോ, കളർ മാറോ? റെഡ് എന്തായി മാറും? ലങ്ങിന്റെ സർഫസ് പതിന്താവും. ലങ്ങിന്റെ സർഫസ് എന്ത് ചെയ്യൂടെ? ഇത് ചോദ്യം കേട്ടോ. ഇത് ലിവർ പോലില്ലേ? ഇത് റെഡ് കളർ ഇല്ലേ? ചോദ്യം കേട്ടോ. സ്റ്റേസ് ഇമോർട്ടൽ കേട്ടോ, മറക്കരുത്. ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റ് ഇനിഷ്യൽ അറ്റാക്ക് അല്ലേ? ഫസ്റ്റ് ഒരു ഇൻഫെക്ഷൻ വന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ഇനിഷ്യൽ അറ്റാക്ക് അല്ലേ? ഇനിഷ്യൽ അറ്റാക്ക് അല്ലേ? ഫസ്റ്റ് ഒരു ഇൻഫെക്ഷൻ വന്ന് ഇൻഫ്ലമേഷൻ വന്ന് ഇനിഷ്യൽ അറ്റാക്ക് അല്ലേ? അല്ലേ? ആണ്. സെക്കൻഡ് എന്തായി? സെക്കൻഡ് പതിയെ ലങ്സ് സർഫസ് എന്ത് ചെയ്യും? കട്ടി പിടിക്കല്ലേ? സോഡ കട്ടി പിടിക്കും. കട്ടിയാവും. ഇത് റെഡ് ആവില്ലേ? ലങ് എപ്പോഴും റെഡ് കളർ ആവും. മൂന്നെന്താ? ഗ്രേ ഹെപ്പറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ലങ്ങിന്റെ സർഫസ് പതിയെ റെഡിൽ നിന്നും എന്തായി മാറും? ലങ്ങിന്റെ സർഫസ് പതിയെ റെഡിൽ നിന്നും ഗ്രേ കളറായി മാറും അല്ലേ? തേളിൽ എപ്പോഴും ലങ്ങിന്റെ സർഫസ് പതിയെ ഗ്രേ കളറായി മാറും. ക്ലിയർ? ആദ്യം പഠിച്ച സമയത്ത് ന്യൂമോണിയയുടെ ഈറ്റിയോളജി ക്ലാസിഫിക്കേഷനും അനാട്ടമി ക്ലാസിഫിക്കേഷനും പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് 3ഉം സെക്കൻഡ് 4ഉം പഠിച്ചില്ലേ? 3-4 ടൈപ്പ് പഠിച്ചത്. മൊത്തം 7 ടൈപ്പ് പഠിച്ചു. ആൻഡ് 3 പഠിച്ചു. സ്റ്റേജസും പഠിച്ചു. അത് എപ്പോഴും സ്റ്റേജ് വിട്ടുപോകുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് സിംറ്റം. ഓരോ കാര്യം മാർക്ക് ഉണ്ടാക്കാം. മാർക്കിംഗ് കാണുന്നുണ്ടോ? സിംറ്റം എന്തൊക്കെയാ? ഫീവർ ഇല്ലേ? നല്ല ഹൈ ഗ്രേഡ് ഫീവർ അല്ലേ? ഹൈ ഗ്രേഡ് ഫീവർ പെട്ടെന്ന് എങ്ങനെയാ? പെട്ടെന്ന് വരും. പെട്ടെന്നല്ലേ? നല്ല പനി വരും, നല്ല ചികിത്സ വരും. നല്ല ഹൈ ഗ്രേഡ് അല്ലേ? പെട്ടെന്ന് നല്ല ഹൈ ഗ്രേഡ് ഫീവർ വരും. മാത്രമല്ല സ്പ്യൂട്ടം രസമുണ്ടോ? സ്പ്യൂട്ടം വ്യത്യാസം വരുമോ? ന്യൂമോണിയ വന്ന ശേഷം സിംറ്റമായിട്ട്, അതും വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ സ്പ്യൂട്ടം എന്ത് കളറാവും? വൈറ്റ് കളർ അല്ലേ? വൈറ്റ് അല്ലേ? സ്പ്യൂട്ടം നല്ല വൈറ്റ് കളറാവും. ഇതല്ലേ? അല്ലേ? അത് ചോദ്യമുണ്ട്. ഇതല്ല, ഇതിന്റെ ടി ബി സ്പ്യൂട്ട് എടുക്കാറുണ്ടോ? ഇതിന്റെ ടി ബി പേഷ്യന്റ് സ്പ്യൂട്ട് എടുക്കാറുണ്ടോ? ഉണ്ട്. അവിടുത്തെ സാമ്പിൾ എടുക്കുന്ന എത്ര സാമ്പിൾ എടുക്കും? എത്ര സാമ്പിൾ? മൂന്നല്ലേ? അത് എപ്പോ എടുക്കും? ഇത് ഏർലി മോർണിംഗ് ആണോ? ഫസ്റ്റ് സാമ്പിൾ എപ്പോ എടുക്കും? ഇത് ടി ബി ആണെങ്കിൽ ഫസ്റ്റ് സാമ്പിൾ എടുക്കും. ആദ്യം പേഷ്യന്റ് വരുന്ന സമയത്തല്ലേ? ഫസ്റ്റ് സാമ്പിൾ എപ്പോഴും പേഷ്യന്റ് വരുന്ന സമയത്തല്ലേ? ഫസ്റ്റ് വിസിറ്റ് സമയത്തല്ലേ? ഫസ്റ്റ് സാമ്പിൾ എപ്പോഴും ടി ബിക്കകത്താണെങ്കിൽ പേഷ്യന്റ് വരുന്ന ആ ദിവസമല്ലേ? സെക്കൻഡ് സാമ്പിൾ എപ്പോഴാ? ഏർലി മോർണിംഗ് അല്ലേ? സെക്കൻഡ് സാമ്പിൾ എപ്പോഴും ഏർലി മോർണിംഗ് അല്ലേ? മറക്കരുത്. അതൊക്കെ ചോദിക്കും. ഇങ്ങോട്ട് പഠിക്കും. യെസ്, ഇവിടെ പറയുന്നത് സിംറ്റംസ് ഓഫ് ന്യൂമോണിയ. വൈറലാണെങ്കിൽ നല്ല വൈറ്റ് കളറുള്ള സ്പ്യൂട്ടം വരും. ഇനി അതേസമയം ബാക്ടീരിയ ആണെങ്കിലോ? വൈറലാണെങ്കിൽ വൈറ്റ് സ്പ്യൂട്ടമാണ്. ബാക്ടീരിയ ആണെങ്കിലോ? എവിടെയെങ്കിലും പുരുളൻ കിട്ടുന്നുണ്ടോ? നല്ല തിക്ക് പുരുളൻ വാക്ക് എവിടെയെങ്കിലും തിക്കായിട്ടുള്ള പുരുളൻ സ്പ്യൂട്ടം, മ്യൂക്കോ പൂറൽ കിട്ടുന്നുണ്ട് വാക്ക്.
മ്യൂക്കോപൂറിൽ നിന്നോ പ്യൂറിൽ നിന്നോ വാക്ക് കേട്ടുണ്ടോ? യെസ്. വൈറൽ ആണെങ്കിൽ എന്താ? വൈറ്റ് സ്പോട്ട് അല്ലെ? വൈറലാണെങ്കിൽ ദ വൈറ്റ് സ്പോട്ടും അതേസമയം ബാക്ടീരിയ ആണെങ്കിൽ ദ പ്യൂറിലൻ സ്പോട്ടുമാണ് കിട്ടുന്നത് അല്ലേ? ആടെ പറഞ്ഞത് കുട്ടിയെ കാര്യമില്ലടെ? കുട്ടിയല്ലേ? കുട്ടിയല്ലേ? കുഞ്ഞല്ലേ? കുഞ്ഞല്ലേ? മറക്കരുത്. അതേസമയത്ത് കുട്ടികൾ ഇതൊക്കെ വരുമ്പോഴേ ഇതിന്റെ ഫീഡിങ് പ്രോപ്പർ ആയിരിക്കും. ഫീഡിങ് പ്രോപ്പർ ആവില്ല അല്ലേ? കുട്ടികൾ സമയത്ത് ഫീഡിങ് പ്രോപ്പർ ആവില്ല. ഫീഡിങ് പ്രോപ്പർ ആവാത്തത് കൊണ്ട് തന്നെ കുഞ്ഞെന്ത് വരാം? ഇത് ലെതാർജി വരാമോ? കുഞ്ഞിന് ഫീഡിങ് പ്രോപ്പർ ആകാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ലെതാർജി വരാമോ? ലെതാർജി വരാമല്ലോ, വരാം. അതുപോലെ തന്നെ ടക്കീപ്പിന് വരാമോ? ടക്കീപ്പിന് വരാം. അത് എയർ ഹങ്കർ വരാമോ? എയർ ഹങ്കർ വരാം അല്ലേ? ഗ്രണ്ടിങ് റെസ്പിറേഷൻ വരാം. നേസൽ ഫ്ലാരിക്സും വരാം അല്ലെ? ശ്വാസം എടുക്കാൻ പറ്റുന്നത് വിളിക്കാം എയർ ഹങ്കർ അല്ലേ? ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നല്ലേ എയർ ഹങ്കർ? പറഞ്ഞാലേക്ക് എയർ ഹങ്കർ എന്താ? അത് എയർ ഹങ്കറോ? ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ശരിയല്ലേ? എയർ ഹങ്കർ എന്ന് പറയുന്നത് എന്താ? ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അതാ എയർ ഹങ്കർ. അറിയാലോ, ഞാൻ പറഞ്ഞില്ലെങ്കിലേ. എയർ ഹങ്കർ, എയർ ഹങ്കർ വിശപ്പ്, മറ്റത് കാറ്റ് അല്ലേടെ? അങ്ങനെ അലക്കുള്ളൂ. അങ്ങനല്ലേ ആരോഗ്യം പറഞ്ഞില്ലെങ്കിൽ. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അതാ എയർ ഹങ്കർ കേട്ടോ. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എന്ത് സംഭവിക്കും? ശ്വാസം എടുക്കാൻ പറ്റാതാവുകയും റെസ്പിറേഷൻ പതിയെ പതിയെ ഗ്രണ്ടിങ് ആവില്ലേ? ശരിയല്ലേ? ശ്വാസം എടുക്കാൻ പറ്റാതാവുകയും എയർ ഹങ്കർ ഉണ്ടാവുകയും പതിയെ പതിയെ റെസ്പിറേഷൻ ഗ്രണ്ടിങ് റെസ്പിറേഷൻ ആകുകയും ചെയ്യും. ക്ലിയർ? 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 യെസ്. നേസൽ ഫ്ലാരിങ്സ് വരാം, വീസിങ് വരാം, ക്രാക്കിൾസ് എല്ലാം വരാം. ഓർമ്മിക്കാനുള്ള കാര്യം ഇവിടെ, ഓർമ്മിക്കാനുള്ള കാര്യം, മെയിൻ കാര്യം, ദ വൈറ്റ് സ്പൂട്ടം കാണുന്നത് ബാക്ടീരിയ ആണോ വൈറലാണോ? വൈറ്റ് സ്പൂട്ടം കാണുന്നത് ന്യൂമോണിയക്കകത്ത് ബാക്ടീരിയക്കകത്താണോ വൈറസിനകത്താണോ? വൈറൽ. ശേഷം കുട്ടി നല്ല കഫുണ്ട്, നല്ല കഫുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇത് മ്യൂക്കോപൂർലൻ സ്പൂട്ടം എന്ന് വിളിക്കാം. ഇത് വിളിക്കാം ബാക്ടീരിയ. മ്യൂക്കോപൂർ എന്ന് പറയുമ്പോൾ ഇത് ബ്ലഡ് വരും കേട്ടോ, അത് ബ്ലഡ് കൂടെ ചേർത്ത് കേട്ടോ. യെസ്. ക്ലിയർ? 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 നൗ എന്താ മാനേജ് ചെയ്താ? ട്രീറ്റ്മെന്റ് എന്താ? ട്രീറ്റ്മെന്റ് എന്താ? എന്ത് കൊടുക്കാം? എന്ത് കൊടുക്കാം? ഓക്സിജൻ കൊടുക്കാമോ? ശ്വാസം കിടത്തില്ല, ഓക്സിജൻ കൊടുക്കുമോ? ശ്വാസം കിടത്തില്ല. ലങ്സ് എല്ലാം കട്ടിപിടിച്ചിരിക്കുകയാണ്. ലങ്സ് എല്ലാം കട്ടിപിടിച്ചിരിക്കുകയാണ്. ലങ്സ് കട്ടിപിടിച്ച് ആദ്യം ആന്റിബയോട്ടിക് ആണ്, ഓക്സിജൻ ഫസ്റ്റ്. ലങ് കട്ടിപിടിച്ചിരിക്കുന്നത് കൺസോൾട്ടേഷൻ ആദ്യം പറഞ്ഞു. കൺസോൾട്ടേഷൻ ഫസ്റ്റേ പറഞ്ഞു. ഫസ്റ്റ് ഓക്സിജൻ കൊടുക്കണ്ടേ? കൺസോൾട്ടേഷൻ ഫസ്റ്റേ പറഞ്ഞു, ഓക്സിജൻ കൊടുക്കണ്ടേ? വിത്ത് ദ നേസൽ കാനൽ വഴി. ഇത് കുട്ടിയല്ലേ? നേസൽ കാനൽ വഴി മാത്രം ഓക്സിജൻ കൊടുക്കുക. ശേഷം ദ ചെസ്റ്റ് ഫിസിയോതെറാപ്പി അല്ലേ? ചെസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുത്തൂടെ? കൊടുത്തൂടെ? കൊടുക്കാം. ഇപ്പൊ എഴുതുന്നുണ്ടോ? എല്ലാം 4 മണിക്ക് എന്ത് ചെയ്യും? എല്ലാം 4 മണിക്കൂറും ദ പോസ്റ്റൽ ഡ്രൈനേജ് കേട്ടിട്ടുണ്ടെങ്കിൽ, പോസ്റ്റൽ ഡ്രൈനേജ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? എന്തായിരിക്കും അത്? എന്താ അത്? ഡ്രൈനേജ് അല്ലേ? അല്ലേ? 4 മണി കൊടുക്കണം, 4 മണി കൊടുക്കണം. ഐസൊലേഷൻ ന്യൂമോണിക്ക്. ന്യൂമോണിക്ക് ഐസൊലേഷൻ വേണം. ന്യൂമോണിയക്ക് കുട്ടിക്ക് നല്ല സെക്രീഷൻ ഒക്കെ ഉണ്ട്, ഐസൊലേഷൻ വേണം. ചോദിക്കും. സ്ട്രെപ്റ്റോകോക്കസ് ആയാലും ന്യൂമോകോക്കലായാലും ഐസൊലേഷൻ വേണ്ടേ? സ്ട്രെപ്റ്റോകോക്കസ് ആയാലും ന്യൂമോകോക്കലായാലും ഐസൊലേഷൻ മസ്റ്റ് ആണ്. ഇത് കേരള ഫിസിക്സ് പ്രീവിയസ് ചോദ്യമാണ്. ന്യൂമോണിയക്ക് എന്താ? സ്ട്രെപ്റ്റോകോക്കസ് ആയാലും ന്യൂമോകോക്കസ് ആയാലും ഐസൊലേഷൻ മസ്റ്റ് ആയിട്ട് വേണം. ഇനി ന്യൂമോണിയ വന്ന AS കടത്തണം. എല്ലാം കഴിഞ്ഞു. അഫക്റ്റഡ് സൈലാണോ അൺഅഫക്റ്റഡ് സൈലാണോ? ന്യൂമോണിയ വന്നാൽ കിടത്തേണ്ട പൊസിഷൻ എന്താ? അഫക്റ്റഡ് സൈലാണോ അൺഅഫക്റ്റഡ് ആണോ? അഫക്റ്റഡ് ആണോ അൺഅഫക്റ്റഡ് ആണോ? ആ കുറെ അഫക്റ്റഡ് അല്ലേ?
ന്യൂമോണിയ വന്നാൽ കുട്ടിയെ അഫക്റ്റഡ് സൈഡിൽ കിടത്തണം വിത്ത് എന്താ? സെമി ഫോർവേഡ് പൊസിഷൻ. മറക്കരുത്, സെമി ഫോർവേഡ് പൊസിഷനിൽ അഫക്റ്റഡ് സൈഡിൽ കുഞ്ഞിനെ ചരിച്ച് കിടത്തണം. സെമി ഫോർവേഡ് പൊസിഷനിൽ കുഞ്ഞിനെ അഫക്റ്റഡ് സൈഡിൽ കുഞ്ഞിനെ ചരിച്ച് കിടത്തണം. ക്ലിയർ? ക്ലിയർ? കഴിഞ്ഞ ദിവസം പഠിച്ചതും ഇന്ന് പഠിച്ചതും മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച റെസ്പിറേറ്ററി എല്ലാം മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ആർക്കെങ്കിലും റെക്കോർഡിങ്സ് വേണമെങ്കിൽ ചോദിക്കുക കേട്ടോ. ചോദിക്കട്ടോ. നെക്സ്റ്റ് കണ്ടീഷൻ. ഇത് കഫൂട്ട് ഒരു എക്സാമിന്, എല്ലാ എക്സാമിനും ചോദ്യം വരുന്നതാണ്. അടുത്ത കാര്യം, ദ പീഡിയാട്രിക്കിനകത്തുള്ള മസ്കുലല്ലേ, ദ പീഡിയാട്രിക്കിനകത്തുള്ള മസ്കുലയിൽ നിന്നൊരു ചോദ്യം വരുന്ന സ്ഥലമാണ്. ചോദിക്കുക, എക്സാമിന് സ്ഥിരം ചോദ്യം സ്ഥലമാണ് എപ്പോഴും ദ പീഡിയാട്രിക്കിനകത്തുള്ള ദ മസ്കുലല്ലേ. മസ്കുലയ്ക്കകത്ത് വരുന്ന ഒരു സംഭവമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ കൺ ജനറൽ ദ ക്ലബ് ഫുഡ് കേട്ടുണ്ടെങ്കിൽ, ദ കൺ ജനേറ്റിൽ ദ ക്ലബ് ഫുഡ് കേട്ടുണ്ടെങ്കിലും സ്ഥിരം ചോദ്യം ഇത്. ഇത് സ്ഥിരം ചോദ്യമല്ലേ, ഇതൊരു സ്ഥിരം ചോദ്യമല്ലേ. കണ്ടു കാണും, ഞാൻ അതാണ് ഓരോ ചാപ്റ്ററും സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. അത് ബ്രേക്ക് വേണം, 5 ബ്രേക്ക് വേണം, 5 ബ്രേക്ക് വേണം, 5 ബ്രേക്ക് വേണം. ആണോ? എത്ര മണി സമയത്ര? 10:45 അല്ലേ? 10:50 ബ്രേക്ക്, 10:50 ബ്രേക്ക് ശേഷം കാണുന്നുണ്ടല്ല. ഞാൻ ഓരോ കാര്യം എക്സാക്ട് സെപ്പറേറ്റ് ചാപ്റ്റർ പഠിപ്പിക്കുന്നത് കാരണമുണ്ട്. ഓരോ ചോദ്യം വരുന്ന ഭാഗം കൃത്യമായി പഠിപ്പിക്കുകയാണ്. പഠിക്കുക. 5 മിനിറ്റ് ബ്രേക്ക്, 10:50 വരെ ബ്രേക്ക്, ഓടിപ്പോയി വെള്ളം കുടിച്ച് കൂട്ടും.
സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എക്സാം കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സെപ്പറേറ്റ് റെക്കോർഡിംഗ് ആക്കണോട്ടെ. ഇത് സെപ്പറേറ്റ് റെക്കോർഡിംഗ് ആക്കുന്നത്. സെപ്പറേറ്റ് റെക്കോർഡിംഗ് ആക്കുന്നത് വേണോ? യെസ്, വേണം. വേണത് സെപ്പറേറ്റ് ആവണത് ചിലപ്പോ അവസാനമാകുമ്പോഴേ വേണോട്ടെ. ഇത് സെപ്പറേറ്റ് ആക്കണത്. ഈ ക്ലാസ് സെപ്പറേറ്റ് റെക്കോർഡിംഗ് ആക്കണോ? ഈ ക്ലാസ് സെപ്പറേറ്റ് റെക്കോർഡിംഗ് ആക്കണോ? എവിടെ കേക്കട്ടെ. വേണം. യെസ്.